സോറി മൈഥിലി, ഞാൻ കല്യാണത്തിന് പ്രിപ്പയർഡ് ആയിരുന്നില്ല. കല്യാണം എന്നത് രണ്ടുപേരെ കൂട്ടിച്ചേർക്കും, രണ്ടുപേരെ ഒന്നാക്കി മാറ്റില്ല. നോക്കൂ, നിന്നെക്കുറിച്ച് എനിക്കറിയാവുന്നത് നിന്റെ പേര് മൈഥിലി, ഹൈറ്റ് 5'6", എഡ്യൂക്കേഷൻ മാസ്റ്റേഴ്സ് ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ്, ഗുഡ് ലുക്കിംഗ് ഗേൾ ഫ്രം ഗുഡ് ഫാമിലി. അത്രേ ഉള്ളൂ. അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല. എനിക്കറിയാവുന്നത് ഫസ്റ്റ് നൈറ്റ് എന്നാൽ സുഖത്തെ തേടി പോകുന്നതല്ല, സ്നേഹം പങ്കുവയ്ക്കുന്നതാണ്. നമ്മൾ ഓരോരുത്തരും പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം ഭാര്യ ഭർത്താവായി മാറാം. ടിൽ ദെൻ ഗുഡ് നൈറ്റ്. എന്താണ് ഇങ്ങോട്ട് വന്നത്? എന്റെ അച്ഛൻ എന്റെ കല്യാണ കാര്യത്തെ കുറിച്ച് ഭയങ്കര ടെൻഷനാ. പക്ഷെ ഈ ഫോട്ടോഷൂട്ട് കാണുമ്പോ നിന്റെ അച്ഛൻ എത്ര നിർബന്ധിച്ചിട്ട് നിനക്ക് കല്യാണം ആവുന്നില്ല. എനിക്ക് കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കല്യാണം നടത്തി, അതോടെ തീർന്നു. അതിനെന്താ, കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രിയും കഴിഞ്ഞു, പിന്നെ എന്തിനാടാ ടെൻഷൻ? ഒന്ന് പോടാ. കുതിരയെ തടാകരയിൽ കെട്ടിട്ട് അതിനെ വെള്ളം കുടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതായത് രാത്രി ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞേ കിടന്നങ്ങുറങ്ങി. അതെ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. കഴിഞ്ഞ എല്ലാം കഴിഞ്ഞു, നീ ഫ്ലാഷ് ബാക്ക് വിട്ടേക്കൂ. മൈഥിലിയോടത്ത് നല്ല ഫ്യൂച്ചർ പ്ലാൻ ചെയ്യൂ. അല്ലാതെ ഇങ്ങനെ പോയാൽ ഉള്ളതും പോകും ഇല്ലാത്തതും പോകും, അവസാനം ദുഃഖിക്കേണ്ടി വരും. അവിടെ വെറുതെ ഇരിക്കുന്ന ആ മോഡലില്ലേ, അവളെ പോയി ലൈൻ അടിക്കും. എനിക്ക് ഇവളെയാ ഇഷ്ടം. പിന്നെ പിന്നെ എന്താടാ മൂഡൌട്ടായിരിക്കുന്നത്? ചെറുപ്പം മുതൽ എല്ലാവരുടെയും ലാളനയും സ്നേഹവും ഏറ്റ അവൾ വളർന്ന് എന്നെയും എൻ്റെ മോളെയും അവളുടെ അമ്മ തനിച്ചാക്കിയിട്ട് പോയി. രാത്രിയിൽ പേടിച്ച് കരയുന്ന അവളെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ലാതായിപ്പോയി. ബിസിനസ്സിലെ തിരക്ക് കാരണം ഞാൻ മൈഥിലി ഹോസ്റ്റലിൽ കൊണ്ടുപോയി ചേർത്തു. പക്ഷേ ഇപ്പോഴും ഒരു അച്ഛൻ്റെ സ്നേഹവും ലാളനയും അവൾക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല. സോറി മൈഥിലി, ക്ഷമിക്കും മോളെ. ഡാഡി പ്ലീസ് അങ്ങനെ പറയില്ല ഡാഡി. പക്ഷേ ഈ നിമിഷം മുതൽ എൻ്റെ മകളെ സ്വന്തം മകളെ പോലെ സ്നേഹിച്ച് നല്ലൊരു യുവാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് നല്ലൊരു അച്ഛനാണെന്ന് നിങ്ങൾ തെളിയിച്ചു. നോക്കുമോളെ, ഇപ്പം മുതൽ നിനക്ക് അമ്മയില്ലെന്ന സങ്കടം വേണ്ട. ഞങ്ങൾ എപ്പോഴും നിനക്കൊരു ഫോൺ കോൾ ദൂരേ ഉള്ളൂ. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് പോയാ പോരാമേ? ഇല്ല മോളെ, രാജുവിന്റെ അച്ഛന്റെ കമ്മിറ്റ്മെന്റ് കാരണം താമസിക്കാൻ പറ്റില്ല. അല്ലെങ്കിലും പുതിയതായി കല്യാണം കഴിച്ച നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എന്തിനാ? രാജു, മൈഥിലി നീ നന്നായി നോക്കിക്കൊള്ളാം. ഓക്കെ ഡാഡി, വെരി ഗുഡ്. കമോൺ കമോൺ, ലെറ്റ്സ് ഗോ. പോട്ടെ മോളെ.